നമ്മളെൻ്റെ കൂട്ടുകാരൻ ജിത്തുവിൻ്റെ ഒപ്പം കയറിയേക്കാണ്. ഇതാണ് Zeus_75. അപ്പോൾ നമ്മൾ 99 ഡേയ്സിൻ്റെ ഫോറസ്റ്റ് കളിക്കാൻ പോകണം. അപ്പോൾ കളി തുടങ്ങും. നമ്മൾ സ്പീഡ് റൺ ചെയ്യാൻ നോക്കാം. ഇപ്പൊ കേട്ടത് എൻ്റെ അനിയനെയാണ്. അനിയനല്ല, എൻ്റെ കസിനായത്. അതിനെ പറ്റി ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം പോലും ഡൈ ചെയ്യാൻ പാടില്ല. ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലീവ് ചെയ്യും. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. അവൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അത് കാരണം ഞാൻ അവനെ വിളിച്ചു. വർക്കാവൂലേ? ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് കളിട്ടിഷ്ടം അതിൻ്റെ മേളിൽ കയറി നടിക്കാം. ഓക്കെ, ഇപ്പോൾ നല്ല വീഡിയോ ആയിരിക്കണം. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോണ റിവോൾവർ വന്നോളൂ. ആ റിവോൾവർ തന്നെ ഉണ്ട്, പക്ഷെ വന്നത് ഇതൊക്കെ മാക്സിമം നമുക്ക് സ്പീഡ് റൺ ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ നമ്മൾ മാപ്പ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മരം മുട്ടിട്ടാണ് അവിടെ എവിടെയെങ്കിലുമൊക്കെ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. കഴിച്ചു അങ്ങനെ മരം മുട്ടിക്കാണ്. അതാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. ഓ, ഇത്ര അടുത്ത് ബാങ്കോ? എന്താ ആൽഫോ ആണോ? ഒന്നാ നമുക്ക് അവിടുത്തെ ജസ്റ്റ് ആദ്യം എടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര ദിവസം സർവൈവ് ആയിട്ടുണ്ടെന്ന് കമൻറ്റിൽ പറയണം. അല്ലെങ്കിൽ നമുക്കത്രയും വ്യൂസ് ഉണ്ട്. നന്നായിട്ട് ഞങ്ങൾ വ്യൂസൊക്കെ തരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു, ഷൗട്ട് ഔട്ട് തരാണ്. കാരണം എല്ലാവരോടും നന്ദി പറയണം. കാരണം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 1K വ്യൂസൊക്കെ ആയി. നിങ്ങളില്ലാണ്ട് പറ്റൂലല്ലോ. അപ്പം നിങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം നിങ്ങൾ കാരണമല്ലേ കിട്ടിയത്. നമ്മുടെ പുറകെ ഒരു വുൾഫ് വന്നിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് പേടിക്കണ്ട, കാരണം അത് നമുക്ക് പേടിയില്ല. പിന്നെ നൈറ്റ് ടൈം എനിക്ക് വലിയ പേടിയൊന്നുമില്ല. കാരണം നമ്മുടെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തന്നെ 75 കോയിനായി ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു സ്പീഡ് കിട്ടിയാൽ നന്നായിരുന്നു. അത് ഇത് തന്നെ ധാരാളം. ഓ ഗൈസ്, വുൾഫിൻ്റെ തലയിൽ കയറിക്കണം. അയ്യോ ഗൈസ്, വുൾഫിന് ഓറ ഫാം ചെയ്യാട്ടോ. വുൾഫ് വരെ ഇപ്പോൾ ഓറ ഫാം ചെയ്ത് തുടങ്ങി. നമുക്ക് മാത്രം ഓറയില്ല. ഇതൊക്കെ എടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് ഇത്രയും വ്യൂസും ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ അത്ര നല്ലവരായെന്നായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതാണല്ലോ നിങ്ങളുടെ ഇഷ്ടം. നമ്മുടെ കൂട്ടുകാരൻ വന്നുണ്ട്. നിങ്ങൾ കാണുക, ബാങ്കിൽ നമ്മൾ പോയതല്ലേ രാവിലെ ഗൈസ്. ഇവിടെ എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ നമുക്ക് പല സാധനങ്ങളും കിട്ടും. ലൈക്ക് ഇതുണ്ടോ, ഇങ്ങനെ ഇത് ഇവിടെ ഒരു ചെസ്റ്റ്. ഓ, മൈക്രോവേവ് ഇവിടെയോ? ടയറ്. ഗിഗാ ചെസ്റ്റ്. എൻ്റെ മോനെ, ഇത് റൂബി ചെസ്റ്റ് അല്ലേ? ഓ
എൻ്റെ പൊന്നളിയ പിന്നെ എന്തേടാ ഗൈസ്, നല്ല എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ടാക്ടിക്കൽ ഷോട്ട് ഗൺ. ഗൈസ്, നമുക്ക് ടാക്ടിക്കൽ ഷോട്ട് ഗൺ കിട്ടി. നമ്മുടെ കൂട്ടുകാരനെ കാണിച്ചെടുത്ത ഫ്ലെക്സ് ചെയ്യാൻ കുറച്ചൊക്കെ അവൻ ഭയങ്കര ഷോവാണ്. നമ്മൾ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടുമല്ലോ. അത് ഇതിൻ്റെ ഒരു നല്ല കാര്യമാണ്, ചീത്ത കാര്യം കൂടിയാണ്. കാരണം എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഫ്ലാഷ് ലൈറ്റ് ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അതിലാണ് പണി കിട്ടുക. കാരണം രാത്രി ആകുമ്പോൾ ഡിയർ വരും. ഓ, ഇവിടെ നിന്ന് കുറേ ആമോ കിട്ടാനായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറേ ആമോ കിട്ടും. റിവോൾവർ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അത് കാരണം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതെ, കുറേ നമുക്ക് കോളല്ലേ കിഡിനെ രക്ഷിച്ചാലോ ഗൈസ്? എന്താണ്? ഓ, അതെ, അവിടെ ഒരു ചെസ്റ്റ് ഉണ്ടായിരുന്നു, അത് കണ്ടുപോലില്ല ഗൈസ്. മാക്സിമം നമ്മുടെ സാക്ക് ഫുള്ളാവുന്ന ഒരു എക്സ്പ്ലോർ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുറേ സാധനങ്ങൾ കിട്ടും, റിസോഴ്സസും എല്ലാം. ബോൾട്ട് കിട്ടും. ഓ, നന്നായി. നമുക്ക് വേണമെങ്കിൽ കിഡിനെ രക്ഷിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്കത് രക്ഷിക്കാമല്ലേ ഗൈസ്. ലാഗ് അടിച്ചിട്ട് കൊണ്ടാറടങ്ങും. ഓക്കേ, ഇതിനെ കൊന്നു. ഷോട്ട് ഗൺ വൺ ഷോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിഡിനെ രക്ഷിക്കാം. ഡിയർ വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് എന്നാലും റൂബി ചെസ്റ്റ് എങ്ങനെയല്ലേ കിട്ടിയത്? അതും ഇത്ര സ്പീർ കിട്ടി, അതും ഇത്ര പെട്ടെന്ന്. എനിക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഒരു കസിൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. എൻ്റെ പേര് ധ്യാൻ എന്നാണ്. ഷോട്ട് ഗൺ കിട്ടി. വീട്ടിൽ തൊടിക്കണോ ഇപ്പോൾ? ഇവര് ടോർച്ചൊക്കെ എടുത്തോണ്ടിരിക്കുക പൊട്ടൻ. അവിടെ ആരാണ്? ജിത്തു. ഇതൊക്കെ കുറെ നട്ടും ബോൾട്ടൊക്കെ ഇടിയിട്ടുണ്ട്. ഇതിനകത്ത് ഇടാൻ പറ്റില്ലേ? അപ്പോൾ നമ്മുടെ ധ്യാൻ്റെ ഒച്ചയാണ് ഇപ്പോൾ കേട്ടത്. ചില നല്ലതാണ്. അപ്പോൾ നമുക്ക് ഡിഫൻസ് ബ്ലൂ പ്രിൻ്റ് ഒക്കെ കിട്ടി. ഇങ്ങനെ പ്ലാൻ ചെയ്യണം കഴിച്ചു. അപ്പോൾ നമുക്ക് കുറേ ഇത് കിട്ടും. ഓക്കെ ഗൈസ്, രാവിലെയായി. നമുക്ക് വീണ്ടും ട്രഷർ ഹണ്ടിന് പോകാം. അവിടെ ഒരു ഗോൾഡൻ ചെസ്റ്റ് ഉണ്ടല്ലോ. അതാണോ ഗൈസ്? അതാണ്. അവിടെ ഒരു റിവോൾവർ കിടക്കുന്നു. ഏതല്ലേ ഗോൾഡൻ ചെസ്റ്റ്? അതേലോ, പക്ഷെ നമ്മളത് തുറന്നിട്ടില്ലല്ലോ. ഇതാ ഇവിടെ അല്ല, അല്ല ഇവിടെ തന്നെയാണ്. ഇവിടെ കുഴപ്പമില്ല. നമുക്കിനി ആ സൈഡിൽ പോവാം.
വാ നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കാം. ഒരു ടോർച്ച്, ഫ്ലാഷ് ലൈറ്റ് അല്ലേ? ഒരു ഫ്ലാഷ് ലൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നൈറ്റിൽ പോവാം. അത്രയ്ക്ക് എളുപ്പമാണ് ഗൈസ്. കാരണം നൈറ്റ് ടൈമിൽ ഒരു ഡിയർ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം എല്ലാവരും അത് കളിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം. നമ്മൾ പിന്നെ പ്രോ ഒന്നുമല്ല, അത് കാരണമാണ് ഇങ്ങനെയൊക്കെ കളിക്കണം. അല്ലെങ്കിൽ നമ്മൾ സെറ്റപ്പായിട്ട് കളിച്ചാനേ. ഓ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെ അവന്മാരറിയാണ്ട് കയറി പോവാണെങ്കിൽ ഓ ഷിറ്റ് ഗൈസ്, നമ്മൾ ഹംഗ്രിയാണ്. What the fuck? Oh guys, എന്താ നീ ജസ്റ്റ് ഉറപ്പാക്കുക, കാരണം ഇതാണ് നല്ലത്, കാരണം ഇതാണ് എനിക്കിഷ്ടം. ഓ ഗൈസ്, ഒരു സെറ്റപ്പ് സ്പിരിറ്റി സീന. ഓ ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാണ് നല്ലത്. പോയിസൺ സ്പീർ വെച്ച് തിരിച്ചറിയാലോ. അയ്യോ പന്നി, അയ്യോ ഗൈസ് പന്നി വന്നുണ്ട്. ഗൈസ് നമ്മുടെ ലാഗ് കാരണം നമ്മളിപ്പോൾ ചാവും. നമ്മൾ ചത്തു ഗൈസ്. അപ്പോൾ നമ്മൾ കളി തോറ്റു. അപ്പം നമ്മൾ ലീവ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കൂട്ടുകാരനെ ഒറ്റയ്ക്കിടാൻ പോകണം. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ.